അൻവർ ഓർമ്മയിൽ അലിഞ്ഞ് കാസർഗോഡ്. സിഒഎ സ്ഥാപക നേതാവും സാഹിത്യ സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യവുമായിരുന്ന നാസർ ഹസൻ അൻവർ അനുസ്മരണം സംഘടിപ്പിച്ചു. കാസർഗോഡ് RK മാൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി നഗരസഭ ചെയർമാൻ അബ്ബാസ് ബീഗം ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക മേഖലകളിലെ നിരവധി പേരാണ് അൻവർ ഓർമ്മയിൽ ഒത്തുചേർന്നത്. ഭാവിയുടെ ദൃശ്യ സംസ്കാരത്തിന് പുതിയ ചിറകുകൾ നൽകിയ, വർത്തമാനകാലത്തിന്റെ ദൃശ്യ സാധ്യതകളെ സ്വപ്നങ്ങളിൽ നിന്ന് യാഥാർത്ഥ്യങ്ങളിലേക്ക് പറിച്ചു നട്ട, കാഴ്ചകൾക്ക് പുതിയ ഭാഷ പകർന്നു നൽകിയ NH അൻവറിന്റെ ഓർമ്മകൾക്ക് 9 ആണ്ടാകുന്നു. അൻവറിന്റെ സ്നേഹത്തണലിൽ വിശ്രമിച്ചവർ, മധുരം പകർന്നവർ അൻവർ ഓർമ്മയുമായി വീണ്ടും ഒത്തുചേർന്നു. കാസർഗോഡ് RK മാൾ ഓഡിറ്റോറിയത്തിൽ നടന്ന അനുസ്മരണ പരിപാടി കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം ഉദ്ഘാടനം ചെയ്തു. ജീവിച്ചില്ല എന്നതാണ് നമ്മുടെ മനോവിഷമാണെങ്കിലും അദ്ദേഹം ജീവിച്ച കാലത്ത് ചില അടയാളപ്പെടുത്തലുകൾ നമ്മുടെ ഇടയിൽ ഇട്ട് തന്നുകൊണ്ടാണ് അദ്ദേഹം നമ്മുടെ ലോകത്തു നിന്ന് വിട പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ സദസ്സ്, അതുപോലെ തന്നെ വിളിക്കുന്ന ആളുകൾ എല്ലാവരും വളരെ പ്രഗത്ഭരായ ആളുകളാണ്. ഇവിടെ സന്നിധരായിരിക്കുന്നത് നമ്മുടെ അൻവറിൻ്റെ ഓർമ്മകൾ പുതുക്കുന്നതിന് വേണ്ടി. ആ ഓർമ്മകൾ പുതുക്കുന്നത് അദ്ദേഹം നമ്മുടെ ഇവിടെ ഒരുപാട് അടയാളപ്പെടുത്തുകൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം ഇവിടെ ഉണ്ടാക്കി തന്നതുകൊണ്ടാണ്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. കുറേ കാലം ജീവിക്കുന്ന കാലത്ത് അടയാളപ്പെടുത്തുകളാണ്. ആ അടയാളപ്പെടുത്തുകളാണ് നമ്മുടെ അൻവർ ഇവിടെ നടത്തി. അറിയാം, നമുക്ക് പഴയ കാലങ്ങളിൽ കേബിൾ TV എന്ന് പറയുന്ന ഒരു സംവിധാനം വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഓർമ്മിക്കപ്പെടുന്നത് നമ്മുടെ താരങ്ങാടി ടവർ ക്ലോക്കിൻ്റെ മുമ്പിൽ ആദ്യമായിട്ടൊരു ഓഫീസ് അവിടെ അൻവർ തുറന്നതാണ്. ആ കാലഘട്ടത്തിൽ നമ്മുടെ ബഹുമാന്യനായ നമ്മുടെ MLA നെല്ലിക്കുന്നിൻ്റെ അനുജൻ അമീതും കൂടി അവിടെ അതിലുണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്രയും കാലങ്ങൾക്ക് മുമ്പ് നമ്മുടെ TV-കളിലൊക്കെ കാണുന്ന പിക്ചറുകൾ എങ്ങനെയായിരുന്നു എന്നുള്ളത് നമ്മുടെ മുതിർന്ന ആളുകൾക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാലത്തെ അടയാളപ്പെടുത്തിയ മനുഷ്യനാണ് NH അൻവർ എന്ന് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം പറഞ്ഞു. കേബിൾ TV പ്രസ്ഥാനങ്ങൾക്ക് ദിശബോധം നൽകുകയും കാസർഗോഡിന്റെ വികസനത്തിന് മാതൃകാപരമായ സംഭാവനകൾ നൽകുകയും ചെയ്തു. ജീവിച്ചിരുന്ന കാലത്തോളം സമൂഹത്തെ അടയാളപ്പെടുത്തി കടന്നുപോയ മനുഷ്യസ്നേഹിയാണ് NH അൻവർ എന്നും അബ്ബാസ് ബീഗം അനുസ്മരിച്ചു. 24/7 മലയാളം ന്യൂസ് MD അബൂബക്കർ സിദ്ദീഖ് അധ്യക്ഷത വഹിച്ചു. NH അൻവറിന്റെ പത്നി ആശ അൻവർ പങ്കെടുത്തു. അനുസ്മരണ പ്രഭാഷണവും സെമിനാർ വിഷയാവതരണവും സിനിമാ മാധ്യമ നിരൂപകനായ CS വെങ്കടേശ്വരൻ നിർവഹിച്ചു. മുതിർന്ന പത്രപ്രവർത്തകൻ റഹ്മാൻ തായലങ്ങാടി, ഏഷ്യാനെറ്റ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ PG സുരേഷ് കുമാർ, റിപ്പോർട്ടർ TV ഡിജിറ്റൽ ഹെഡ് ഉണ്ണി ബാലകൃഷ്ണൻ എന്നിവർ സെമിനാറിൽ മാധ്യമ മത്സരവും നവീന വാർത്താശൈലികളും എന്ന വിഷയത്തിൽ സംസാരിച്ചു. NH അൻവർ ട്രസ്റ്റ് ചെയർമാൻ അബൂബക്കർ സിദ്ദീഖ് ചാരിറ്റി ഫണ്ട് സമർപ്പണം നിർവഹിച്ചു. ലേക്ക് ഷോർ VPS MD അഡ്വക്കേറ്റ് SK അബ്ദുള്ള, NH അൻവർ ട്രസ്റ്റ് ട്രഷറർ K വിജയകൃഷ്ണൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. COA ജില്ലാ പ്രസിഡന്റ് മനോജ് കുമാർ BV, കേരള വിഷൻ ചാനൽ ഡയറക്ടർ ഷുക്കു കോളിക്കര, COA സംസ്ഥാന കമ്മിറ്റി അംഗം സതീഷ് K പാക്കും, CCN MD മോഹനൻ TV, COA കാസർഗോഡ് മേഖലാ സെക്രട്ടറി പാർത്ഥസാരഥി K തുടങ്ങിയവർ സംബന്ധിച്ചു. COA ജില്ലാ സെക്രട്ടറി ഹരീഷ് P നായർ സ്വാഗതവും കേരള വിഷൻ ബ്രോഡ്ബാൻഡ് ഡയറക്ടർ M ലോഹിതാക്ഷൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.